സ്റ്റീഫച്ചായ, അച്ചായനോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ മുകളിൽ നിന്ന് ഉത്തരവ് വന്ന് ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കൊന്നുകളയാനാ പറഞ്ഞത്. ഞങ്ങളെന്താ വേണ്ടേ? സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനുള്ള നീക്കങ്ങളും സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ നടക്കുകയാണ്. രാഷ്ട്രീയം, സിനിമ പറയുന്ന രാഷ്ട്രീയവും വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നു. പൃഥ്വിരാജ് സുകുമാരൻ സിനിമ എമ്പുരാൻ തിയേറ്ററുകളിലെത്തി മണിക്കൂറുകൾക്കകം ഓൺലൈനിൽ ചോർന്നതായി റിപ്പോർട്ട്. ഇത് വലിയ കേരളത്തിലെ നല്ല നോർത്തിലടക്കം പല സൈബർ സംഘി ഹാൻഡിലുകളും എമ്പുരാൻ സിനിമയെ ബാൻ ചെയ്തിരിക്കുകയാണ്. ഈ സിനിമ ചില രാഷ്ട്രീയം കൂടി പറയുന്നുണ്ട്. ഇത് ഗുജറാത്ത് കലാപത്തെ അടക്കം ഈ സിനിമ മുഖ്യ വിഷയമാക്കുന്നുണ്ട്. അതിശക്തമായ അത്തരം ഒരു രാഷ്ട്രീയം പറയുന്നത് കൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കുന്ന ചിലരുടെ ഭാഗത്തു നിന്ന് കൂടി അത്തരം ചില കമന്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. നമ്മളെ നാട്ടിലിറങ്ങിയ ഒരു സിനിമയെ ഇത്രത്തോളം വർഗീയതയും രാഷ്ട്രീയവും പറഞ്ഞിട്ട് ബാനാക്കി വിടേണ്ട ആവശ്യമൊന്നും സംഘപരിവാർ ഹാൻഡിലുകൾക്കില്ല. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സംഘപരിവാർ ഹാൻഡിലുകളോടും അത് ചെയ്യുന്ന സംഘപരിവാറിന്റെ വ്യക്തികളോടും പരമപുച്ഛവും പരിഹാസവും മാത്രമേ എനിക്കുള്ളൂ. ഇത്രയും ബഡ്ജറ്റ് ഒക്കെ മുടക്കി ഒരു സിനിമ ചെയ്തൊക്കെ എങ്ങനെ തിരിച്ചു പിടിക്കാൻ? മലയാള സിനിമ തകർന്ന് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബഡ്ജറ്റ് ഒന്നും തിരിച്ചു പിടിക്കാൻ മലയാള സിനിമയ്ക്ക് ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന തമ്പുരാക്കന്മാരറിയാം. അല്പം തള്ളി നിന്നുകൊണ്ട് എല്ലാവരും ചില്ലറ So Stephen, come back. Save your land. Save God's own country. Ma'am, you are going live. 5, 4, 3. നമ്മൾ ചില പോയിന്റില് നമ്മൾ ചിന്തിച്ചു പോകും, ലൈക്ക് ഇത് മലയാള പടമാണോ പണ്ടാരോ കണ്ടോണ്ടിരിക്കുന്നത്? ആ ലെവലിലോ ഫിലിം മേക്കിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് ബ്രില്യന്റ്. ഇത് മലയാള സിനിമ ആണോന്ന് വരെ നമുക്ക് തോന്നിപ്പോണ രീതിയിലാണ് സംഭവം ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏതോ ഒരു പ്രൊഡ്യൂസർ പറയുന്നത് കേട്ടു, കുറച്ച് നാളുകൾ കാണാതിരുന്ന ഈ താരങ്ങളെയൊക്കെ ആളുകൾ മറക്കുന്നു. ആ താരങ്ങൾ എന്ന് പറയുന്ന ടാഗിൽ നിങ്ങൾ മോഹൻലാലിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കൂട്ടം, തിരക്ക്, ആഘോഷം, ട്രാഫിക് ബ്ലോക്കുകൾ, ഇതൊക്കെ മോഹൻലാലിനെ കാണാൻ വേണ്ടിയിട്ടാണ്.